മല്ലു ട്യൂബിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ PSC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് മലയാള ചലച്ചിത്രങ്ങളെക്കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ചെമ്മീൻ എന്ന ചലച്ചിത്രത്തിൽ സത്യൻ ഏത് കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത്? ഉത്തരം പളനി. ചെമ്മീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1965 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ സംവിധാനം നിർവഹിച്ചത് രാമു കാര്യാട്ടായിരുന്നു. കൺമണി ഫിലിംസിന്റെ ബാനറിൽ ഈ ചിത്രത്തിന്റെ നിർമ്മാണം നിർവഹിച്ചത് പിൽക്കാലത്ത് ചെമ്മീൻ ബാബു എന്നറിയപ്പെട്ട ബാബു ഇസ്മായിൽ സെയ്ത്താണ്. 1965 ഇന്ത്യൻ പ്രസിഡന്റിന്റെ ഏറ്റവും നല്ല ചിത്രത്തിനുള്ള സ്വർണ്ണ മെഡൽ ലഭിച്ച ചെമ്മീൻ ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യൻ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ചിത്രമാണ്. ഈ ചിത്രം ഹിന്ദിയിൽ ചെമ്മീൻ ലഹരേൻ എന്ന പേരിലും ഇംഗ്ലീഷിൽ ദ ആങ്കർ ഓഫ് ദ സീ എന്ന പേരിലും തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. തകഴി ശിവശങ്കരപ്പിള്ളയുടെ 1956 പ്രസിദ്ധീകരിച്ച ചെമ്മീൻ എന്ന കൃതിയെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ സത്യനെ കൂടാതെ മധു, ഷീല, കൊട്ടാരക്കര ശ്രീധരൻ നായർ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. മധു അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് പരീക്കുട്ടി എന്നും, കൊട്ടാരക്കര അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് ചെമ്പൻ കുഞ്ഞെന്നും, ഷീല അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് കറുത്തമ്മ എന്നുമായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ആദ്യ ചിത്രത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം സ്വയംവരം. 1972 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ മധു, ശാരദ, അടൂർ ഭവാനി, KPSC ലളിത, തിക്കുറിശി, ഭരത് ഗോപി തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. അടൂർ ഗോപാലകൃഷ്ണനെ കൂടാതെ ഭരത് ഗോപിയുടെയും ആദ്യ ചിത്രമായിരുന്നു ഇത്. മൂന്നാമത്തെ ചോദ്യം, ഒരു സ്ത്രീ പോലും അഭിനയിക്കാത്ത മലയാള ചലച്ചിത്രമേത്? ഉത്തരം മതിലുകൾ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ എന്ന നോവലിനെ ആസ്പദമാക്കി നിർമ്മിച്ച ഈ ചിത്രം പുറത്തിറങ്ങിയത് 1990-ലാണ്. ഈ സിനിമയുടെ തിരക്കഥാ, സംവിധാനം, നിർമ്മാണം എന്നിവ നിർവഹിച്ചത് അടൂർ ഗോപാലകൃഷ്ണൻ തന്നെയായിരുന്നു. ഈ ചിത്രത്തിന് ഒരുപാട് ദേശീയ, അന്തർദേശീയ അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. മമ്മൂട്ടിക്ക് ആദ്യമായി മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചത് മതിലുകൾ, ഒരു വടക്കൻ വീരഗാഥ എന്നീ ചിത്രങ്ങളിലുള്ള അഭിനയ മികവിനാണ്. നാലാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ മലയാള സിനിമ ഏതാണ്? ഉത്തരം പിറവി. ഷാജി N. കരുൺ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച ഈ ചിത്രം 1988-ലാണ് പുറത്തു വന്നത്. മൊത്തം ഏകദേശം 31 പരം ദേശീയ, അന്തർദേശീയ, സംസ്ഥാന അവാർഡുകൾ ഈ ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യ ശബ്ദ ചലച്ചിത്രം ഏത്? ഉത്തരം ബാലൻ. എസ് നൊട്ടാടി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും രചിച്ചത് മുതുക്കുളം രാഘവൻ പിള്ളയായിരുന്നു. 1938 ജാനുവരി 19 ഈ സിനിമ റിലീസ് ചെയ്തത്. ഈ സിനിമ മലയാള സിനിമാ ചരിത്രത്തിലെ തന്നെ ഒരു വലിയ നാഴികക്കല്ലായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സിനിമയിലൂടെ ആലപ്പി വിൻസെൻ്റ് മലയാള സിനിമയിലെ ആദ്യത്തെ സംസാരിക്കുന്ന നടനും KK അരൂരും MK കമലവും മലയാളത്തിലെ ആദ്യത്തെ സംസാരിക്കുന്ന നായികന്മാരുമായി മാറി. ഹലോ മിസ്റ്റർ എന്നായിരുന്നു ആദ്യമായി റെക്കോർഡ് ചെയ്യപ്പെട്ട ശബ്ദം. നിർഭാഗ്യവശാൽ ഈ സിനിമയുടെ എല്ലാ കോപ്പികളും നഷ്ടപ്പെട്ടു കഴിഞ്ഞു. പാട്ടുപുസ്തകവും കുറച്ച് സ്റ്റിൽസും മാത്രമാണ് ഇന്ന് അവശേഷിക്കുന്നത്. ആറാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ കളർ ചിത്രമേത്? ഉത്തരം കണ്ടം വെച്ച കോട്ട്. തിക്കുറിശിയും ആറന്മുള പൊന്നമ്മയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം 1961-ലാണ് പുറത്തു വന്നത്. ഏഴാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ സിനിമാസ്കോപ്പ് ചിത്രം ഏതാണ്? ഉത്തരം തച്ചോളി അമ്പു. വടക്കൻ പാട്ടുകളിലെ ഓതേനൻ്റെ അനന്തരവനായ തച്ചോളി അമ്പുവിൻ്റെ കഥയെ ആസ്പദമാക്കിയുള്ള ഈ ചിത്രത്തിൽ തച്ചോളി ഓതേനെ അവതരിപ്പിച്ചത് ശിവാജി ഗണേശനും അമ്പുവിനെ അവതരിപ്പിച്ചത് പ്രേം നസീറുമായിരുന്നു. നവോദയ അപ്പച്ചൻ സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച ഈ ചിത്രം 1978-ലാണ് തിയേറ്ററുകളിലെത്തിയത്. എട്ടാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ 17mm ചിത്രം ഏതാണ്? ഉത്തരം പടയോട്ടം. 17mm ഫോർമാറ്റിൽ എന്താണെന്ന് ഞാൻ ചുരുക്കി പറയാം. 17mm ഫോർമാറ്റിൽ 65mm വീതിയുള്ള ഫിലിമിലാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഇത് 70mm വീതിയുള്ള ഫിലിമിലേക്ക് പ്രിന്റ് ചെയ്യുന്നു. ബാക്കിയുള്ള 5mm സ്ഥലത്ത് 6 ട്രാക്ക് സൗണ്ട് ലൈൻ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന 4 മാഗ്നറ്റിക് സ്ട്രിപ്പ് കാണും. ഇതിനു മുമ്പ് നമ്മൾ സാധാരണ 35mm സ്ട്രിപ്പായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇതിനേക്കാൾ കുറച്ചുകൂടി ഹയർ റെസൊല്യൂഷനുള്ള ഷോർട്സും ഓഡിയോസും വീഡിയോസിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമെന്നതാണ് 17mm ഫോർമാറ്റിൻ്റെ പ്രധാന പ്രയോജനം.
ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആദ്യമായി ചിത്രീകരിച്ച മലയാള ചലച്ചിത്രമാണ് പടയോട്ടം. 1982 പുറത്തിറങ്ങിയ ഈ ചിത്രം അക്കാലത്തെ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളിൽ ഒന്നായിരുന്നു. ഏകദേശം 50 ലക്ഷം രൂപയായിരുന്നു ഈ ചിത്രത്തിൻ്റെ ബഡ്ജറ്റ്. ദ കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന പ്രശസ്ത ഇംഗ്ലീഷ് നോവലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച ഈ സിനിമയിൽ പ്രേം നസീർ, മധു, മമ്മൂട്ടി, മോഹൻലാൽ, ശങ്കർ, തിക്കുറിശി തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ മകനായാണ് മോഹൻലാൽ അഭിനയിക്കുന്നത്. അച്ഛനും മകനും ആണെങ്കിൽ പോലും മമ്മൂട്ടിയുടെ കഥാപാത്രം ഒരു നെഗറ്റീവ് ടച്ചുള്ള ക്യാരക്ടറും മോഹൻലാലിന്റെ കഥാപാത്രം ഒരു പോസിറ്റീവ് ടച്ചുള്ള ക്യാരക്ടറും ആയിരുന്നു. നവോദയ അപ്പച്ചൻ നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജിജോ പുന്നൂസ് ആണ്. 9ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ 3D ചിത്രം ഏതാണ്? ഉത്തരം മൈ ഡിയർ കുട്ടിച്ചാത്തൻ. 1984 പുറത്തിറങ്ങിയ ഈ ചിത്രവും നിർമ്മിച്ചിരിക്കുന്നത് നവോദയ അപ്പച്ചനും സംവിധാനം ചെയ്തിരിക്കുന്നത് ജിജോ പുന്നൂസുമാണ്. 10ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ഡോൾബി സ്റ്റീരിയോ ചിത്രം ഏതാണ്? ഉത്തരം കാലാപാനി. മോഹൻലാൽ, പ്രഭു, തബു, അമരീഷ് പുരി തുടങ്ങിയവർ മുഖ്യവേഷങ്ങളിൽ അഭിനയിച്ച ചിത്രം പുറത്തു വന്നത് 1996 ഈ സിനിമയുടെ കഥാസംവിധാനം എന്നിവ നിർവഹിച്ചിരിക്കുന്നത് പ്രിയദർശനും നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് മോഹൻലാലുമാണ്. 1996 അന്ന് വരെ നിർമ്മിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമായിട്ടാണ് കാലാപാനി തിയേറ്ററുകളിലെത്തിയത്. ഇതിൻ്റെ ബഡ്ജറ്റ് ഏകദേശം 2.5 കോടി രൂപയായിരുന്നു. അതുപോലെ ഇന്ത്യൻ സിനിമയിലെ തന്നെ അന്നുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ റിലീസായിരുന്നു കാലാപാനിയുടേത്. ലോകത്താകമാനം 450 തിയേറ്ററുകളിലാണ് ചിത്രം റിലീസ് ചെയ്തത്. തമിഴ്, തെലുങ്കു, ഹിന്ദി എന്നീ ഭാഷകളിൽ ഡബ്ബ് ചെയ്യപ്പെട്ട ഈ ചിത്രത്തിന് 3 നാഷണൽ അവാർഡും 6 സംസ്ഥാന അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. 11ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സിനിമ ഏതാണ്? ഉത്തരം മൂന്നാമതൊരാൾ. ജയറാമും ജ്യോതിർമയിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രം പുറത്തിറങ്ങിയത് 2006 ഇത് കേരളത്തിൽ തിയേറ്ററുകളിലേക്ക് സാറ്റലൈറ്റ് വഴി ഡിജിറ്റലായി വിതരണം ചെയ്യപ്പെട്ട ആദ്യത്തെ ചിത്രമാണ്. അതുപോലെ തന്നെ പൂർണ്ണമായി HD ക്യാമറയിൽ ഷൂട്ട് ചെയ്ത ആദ്യത്തെ ചിത്രവും മൂന്നാമതൊരാളാണ്. ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സോഷ്യൽ മീഡിയകളിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മല്ലു ട്യൂബ്.